അത് ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ, അറിയാലോ നിങ്ങൾക്ക്. നമ്മുടെ കോഴിക്കോട് ലൊക്കാലിറ്റി പൈസ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ബൾക്ക് ഓർഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ചെറിയ ഓർഡറിനൊന്നും നമുക്ക് ഡെലിവറി ചാർജ് ഇടാതെ പിന്നെ നമ്മള് നിങ്ങളെ ഒരു പ്രാർത്ഥന, എല്ലാരും കൂടെ ഒരു പ്രാർത്ഥന, നമ്മളൊരു ഹൈ ലെവലിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്യാം. പിന്നെ പറഞ്ഞല്ലോ, എല്ലാരും ഇടുന്ന പോലത്തെ കത്തി റേറ്റ് ഒന്നും നമ്മൾ ഇടുന്നില്ല. പ്രൈസ് ആയിട്ട് നമ്മൾ തുടങ്ങല്ല. അപ്പൊ ഡെലിവറി ചാർജ് കൂടിക്ക്. അത് മാത്രല്ല, പ്രൊഡക്റ്റിനും അമ്മ വലിയ റേറ്റ് ഇടുന്നില്ലല്ലോ. അതിനെക്കൊണ്ട് പൊതുവെ ഇടുന്ന. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിപ്പോ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഒന്നുമല്ലോ, വീട്ടിലുണ്ടാക്കിയതല്ലേ. ഹോംലിയുടെ ക്വാളിറ്റി വേറെ തന്നെയാണ്. ബ്രാൻഡിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക ഹോം മെയ്ഡിനാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എനിവേസ് അമ്മ ജെനുവിൻ ആയിട്ട് വലിയ ഒട്ടും ഞാൻ പറയുകയാണെങ്കിൽ വളരെ ചെറിയ മാർജിൻ മാത്രം ഇട്ടിട്ടാണ് അമ്മ അത് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇപ്പോൾ വേണ്ടത് ലാഭമൊന്നും അല്ല. ഈ അമ്മയുടെ പ്രൊഡക്റ്റ് എല്ലാവരും അറിയണം, നല്ലൊരു ബ്രാൻഡിലേക്ക് ഇതിനെ, ഈ അമ്മ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇവൻച്വലി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അമ്മ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ വലിയ ലാഭമൊന്നും നമ്മൾ കാണുന്നില്ല, ലാഭമൊന്നും കാണുന്നില്ല. കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മാക്സിമം കോഴിക്കോട് നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ നമ്മൾ കഴിയുന്നതും ഒരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ ഡെലിവറി എത്തിച്ചു കൊടുക്കും. അതല്ല വേറെ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഓർഡേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അപ്പോൾ ഒരു 15-20 ഡേയ്സ് നിങ്ങൾ തന്നെ അത് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് വാട്സപ്പിലൂടെ തന്നെ അമ്മ അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എപ്പോൾ എത്തും, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്പറും കൂടെ 2 നമ്പർ തരാം. അമ്മയുടെ നമ്പറും കൊടുക്കാം, ശ്രീയുടെ നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് രണ്ടിലും ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ.